ടിക്കറ്റുകൾ, യാത്രാപാസുകൾ, ബോർഡിംഗ് പാസ്, ലോയൽറ്റി കാർഡുകൾ, സിനിമാ ടിക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം സുരക്ഷിതമായി ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും പേയ്മെൻറ്റുകൾ നടത്താനും സൗകര്യമുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ വാലറ്റ്. ഗൂഗിൾ പേ ആപ്പിനൊപ്പം പേയ്മെൻറ്റ് ആവശ്യങ്ങൾക്ക് ഇനി ഗൂഗിൾ വാലറ്റ് ഉപയോഗിക്കാം. രാജ്യത്ത് ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ മാത്രമാണ് ഗൂഗിൾ വാലറ്റ് ലഭ്യമായിട്ടുള്ളത്. ഡിവൈസിൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഉണ്ടായിരിക്കണം. നഗരഗതാഗത രംഗത്തെ ഡിജിറ്റൽ ചുവടുവയ്പ്പുകളിൽ നിർണായക നാഴികക്കല്ലാണ് ഗൂഗിൾ വാലറ്റിൽ കൊച്ചി മെട്രോ ടിക്കറ്റ് ലഭ്യമാക്കിയതിലൂടെ പിന്നിടുന്നതെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. KMRL ആദ്യ മെട്രോ കമ്പനിയാണ് ഗൂഗിൾ വാലറ്റിലേക്ക് കയറിയിട്ടുണ്ട്. പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ റൈഡർഷിപ്പ് എങ്ങനെ കൂടാം അത് ഞങ്ങൾ എല്ലാ സമയത്തെ ചിന്തിക്കാറുണ്ട്. നമ്മുടെ ആക്ച്വലി ലക്ഷ്യം ഈ ഫസ്റ്റ് ഫേജുള്ള മെട്രോയിൽ എല്ലാ ദിവസവും ആവറേജ് 100,000 ആൾക്കാർ ട്രാവൽ ചെയ്യണം, ഇവൻ ഓൺ ലീൻ ഡേയിലെ പോലെ. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇതൊരു വൺ ഓഫ് ദീസ് തിങ്സ് ഹാവ് ബീൻ കം. ഈ നൂതന സാങ്കേതികവിദ്യ സൗകര്യം ജനജീവിതം കൂടുതൽ ലളിതമാക്കുമെന്ന് ഗൂഗിൾ ജനറൽ മാനേജരും ഇന്ത്യയിലെ ആൻഡ്രോയിഡ് എഞ്ചിനീയറിംഗ് ലീഡുമായ റാം പവത്തല പറഞ്ഞു. യാത്രാപാസുകൾ ഇഷ്യൂ ചെയ്യുന്നതും റദ്ദാക്കുന്നതുമടക്കം എല്ലാം ഗൂഗിൾ വാലറ്റിൽ സാധ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഗൂഗിൾ വാലറ്റിൽ കൊച്ചി മെട്രോയുടെ ടിക്കറ്റിംഗ് സംവിധാനം സംയോജിപ്പിക്കുന്നതിൽ സാങ്കേതിക പിന്തുണ നൽകിയത് കൊച്ചിയിലെ പ്രൂഡൻറ്റ് ടെക്നോളജീസാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.